സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളും ജനങ്ങളെ തെരുവ് നായ്ക്കളുടെ മുന്നിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് അനുദിനം കാണുന്നത്. തെരുവ് നായ്ക്കളുടെ വിഹാരം നമ്മുടെ നാടിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തെരുവ് നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധ കാരണമുള്ള മരണങ്ങളും സംസ്ഥാനത്ത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 3,16,793 പേർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. 2019 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം 2,89,986 തെരുവ് നായ്ക്കൾ ഉണ്ടെന്നായിരുന്നു കണക്കുകൾ. പിന്നീട് സെൻസസ് നടന്നിട്ടേയില്ല. ഇപ്പോൾ 4 ലക്ഷത്തിലേറെ തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്കുകൾ. 2020-24 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 94 പേർ പേവിഷബാധയേറ്റ് മരിച്ചു. 2020 5 പേർ മരിച്ചിടത്ത് 2024 ആയപ്പോഴേക്ക് 26 പേരായി. പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷവും വൈറസ് ബാധിച്ച് 3 കുട്ടികൾ മരിച്ചു. 2021 മുതൽ സംസ്ഥാനത്ത് ഓരോ വർഷവും നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവർ 2 ലക്ഷത്തിലധികമാണ്. പേവിഷബാധയ്ക്ക് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടും മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശി നീയാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഇര. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയ ഫാരിസ്, പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി എന്നിവരാണ് നേരത്തെ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടും ദയനീയമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന മറ്റു 2 കുഞ്ഞുങ്ങൾ. പേവിഷബാധയ്ക്ക് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടും 5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. ഇതോടെ മനുഷ്യജീവനെ രക്ഷിക്കാൻ മരുന്നിനും കഴിയില്ലേ എന്ന സാധാരണക്കാരുടെ ചോദ്യം ഡോക്ടർമാരെ പോലും അസ്വസ്ഥരാക്കുകയാണ്. തെരുവിൽ നായ്ക്കളുടെ കടികൊണ്ട് മരിക്കുന്നത് സാധാരണക്കാരുടെ മക്കളാണ്. ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുന്ന നായ്ക്കളെ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. നായപ്രേമവുമായി രംഗത്തിറങ്ങുന്നവരുടെ പിമ്പിൽ വമ്പൻ വാക്സിൻ ലോബികളാണെന്ന് പറയപ്പെടുന്നു. മൃഗങ്ങൾക്കെതിരായുള്ള ക്രൂരതയാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് നായ്ക്കളുടെ കാര്യത്തിൽ മാത്രം ഇവർ താല്പര്യമെടുക്കുന്നത്? ഭക്ഷണത്തിനായി എത്രയോ മൃഗങ്ങളെ കൊന്നു തിന്നുന്നു. സത്യത്തിൽ തെരുവിലല്ല നായ്ക്കളെ വളർത്തേണ്ടത്. ലോകത്ത് ഒരിടത്തും തെരുവിൽ നായ്ക്കളെ വളർത്തുന്നുമില്ല. ഉത്തരേന്ത്യയിലെ ഗോശാലകൾ പോലെ നമുക്ക് ശ്വാനാലയങ്ങൾ തുറക്കാം. അത്തരം ഷെൽട്ടറുകൾ ജനവാസ മേഖലയിൽ നിന്ന് അകലെയാവണം. മൃഗസ്നേഹികൾക്ക് അവിടെ ചെന്ന് അവരെ പരിപാലിക്കാം, ലാളിക്കാം, ദത്തെടുക്കാം, അരുമയായി പോറ്റി വളർത്താം. പേവിഷബാധയ്ക്ക് മുന്നിൽ വാക്സിനും പരാജയപ്പെടുമ്പോൾ നാം ഒരുപാട് കരുതേണ്ടിയിരിക്കുന്നു. നായ്ക്കളുടെ ആക്രമണം അകറ്റാൻ, ജീവൻ രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്നറിയാം. പേ പിടിച്ച നായയെ പോലെ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുന്നവരെ ഉപമിക്കുന്നതാണത്. പേ ഇളകിയ നായ്ക്കൾ ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല. മുന്നോട്ടോടുന്ന വഴിയിൽ കാണുന്നതിനെല്ലാം കടിക്കും. കടിയേറ്റാൽ ഉടനടി വേണ്ടത് ആ ഭാഗം കഴുകുക എന്നതാണ്. സോപ്പ്, വൈറസിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും കഴുകണം. മുറിവിൽ നിന്ന് വെള്ളം ഒഴുകുന്ന രീതിയിലാണ് കഴുകേണ്ടത്. നാഡീവ്യൂഹങ്ങളിലേക്ക് വൈറസ് കടക്കാതെ നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷയാണിത്. അതിനുശേഷം വൃത്തിയുള്ള തുണിയോ പഞ്ഞിയോ കൊണ്ട് തുടയ്ക്കണം. ഒട്ടും വൈകാതെ ആശുപത്രിയിലും എത്തിക്കണം. എന്നാൽ ആളുകൾക്ക് മുറിവ് കഴുകുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി അവബോധം കുറവാണ്. തല, മുഖം, കൈവിരലുകൾ എന്നിവയിലേൽക്കുന്ന കടി തീവ്രതയേറിയതാണ്. തലച്ചോറിലേക്ക് വൈറസിന് ഉടൻ പ്രവേശിക്കാൻ കഴിയും എന്നതാണ് ഇതിനെ അതീവ ഗൗരവമാക്കുന്നത്. മുറിവിൽ കൂടി ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മ നാടുകളിൽ എത്തിപ്പെടുന്ന വൈറസ് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷ്മനാ നാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു. ടിഷ്യൂ കൾച്ചർ, DNA വാക്സിനുകൾ, ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ തുടങ്ങിയ കുത്തിവയ്പ്പാണ് ഇത് തടയാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ. കടിയേറ്റ ദിവസം കഴിഞ്ഞാൽ 3, 7, 14, 28 ദിനങ്ങളിലാണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ വാക്സിൻ എടുത്തിട്ടും വർഷത്തിൽ 1, 2 മരണങ്ങൾ മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അത് കടിയേറ്റ സ്ഥലം, ആഴം, വൈറസിന്റെ തീവ്രത എന്നിവ കൊണ്ടാണ്. അതായത് നാടുകൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽ തുമ്പുകൾ എന്നീ ഭാഗങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ അത് തീവ്രമാണ്. കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ ദൂരം മൂലം വൈറസ് തലച്ചോറിലെത്താൻ ഏറെ സമയമെടുക്കും. ചിലപ്പോൾ 1 മാസം വരെയാകാം. എന്നാൽ കടിക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം മതി. പ്രതിരോധ വാക്സിൻ, ആന്റിബോഡികൾ ഇവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുമ്പേ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധ ഉണ്ടാക്കാം. ഇതാണ് വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധ ഉണ്ടാകാൻ കാരണം. കടിയേറ്റ് 2 ആഴ്ച മുതൽ 6 മാസം വരെ രോഗാവസ്ഥ വരാം. 2 ആഴ്ച മുതൽ വൈറസിനെതിരെ ആന്റിബോഡി രൂപപ്പെട്ടു വരുമെങ്കിലും വൈറസ് തലച്ചോറിൽ പ്രവേശിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്.
കേരളത്തിൽ ഒരു വർഷം 10 മുതൽ 25 പേർ വരെ പേവിഷബാധയേറ്റ് മരിക്കുന്നുവെന്നാണ് കണക്കുകൾ. എന്നാൽ 99% പേരും പ്രതിരോധ വാക്സിൻ എടുക്കാത്തവരോ അല്ലെങ്കിൽ ആ കോഴ്സ് പൂർത്തിയാക്കാത്തവരുമാണ്. എത്ര നിസ്സാര പോറലായാലും പേവിഷബാധയെ നിസ്സാരമായി കാണരുത്. തീക്കനലിലൂടെ മുറിവിലേക്ക് വെള്ളം ഒഴിക്കുക, പച്ചമരുന്ന് കെട്ടിവെക്കുക തുടങ്ങിയവയുടെ പിന്നാലെ ഒരിക്കലും പോകരുത്. പണ്ടൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടവരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവരുടെ ശരീരത്തിൽ പേവിഷം എത്തിയിട്ടുണ്ടെന്ന് പരിശോധനാ ഫലം വലതും ഉണ്ടായിരുന്നോ എന്നാണ് ശാസ്ത്രലോകത്തിന്റെ ചോദ്യം. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യം അനിവാര്യമാണ്. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണമായി തീരുന്ന മാലിന്യത്തിന്റെ ലഭ്യതയാണ് ഇവയുടെ വ്യാപനത്തിന് ഒരു പ്രധാന കാരണം. വഴിയോര കടകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടം വേണ്ടതുപോലെ സംസ്കരിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. മാലിന്യ കൂമ്പാരം പെരുകാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമൂഹവും ജാഗ്രത പുലർത്തണം. മഞ്ഞം കരിച്ചാലും നായ്ക്കൾ കടിക്കും. എന്നാലും ABC പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ് വീണ്ടും വീണ്ടുമുള്ള ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം.